അതെ, നിങ്ങൾ ജാക്കറ്റ് ഒക്കെ എടുത്തു വെച്ചില്ലേ? ആടി, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചിണ്ടു, നീയോ? ഞാൻ എടുത്തു വെച്ചമ്മ. നിങ്ങൾക്ക് ഗോതമ്പ് കഞ്ഞി തന്നു വിടുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലെയിനിൽ വെച്ച് കഴിച്ചോളണേ. പറഞ്ഞത് കേട്ടോ? ഗോതമ്പ് കഞ്ഞി? അയ്യേ. നീ ബ്രഷൊക്കെ എടുത്തു വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചു. ചിണ്ടു, അതെ, നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം എയറോപ്ലെയിനിൽ പോകുന്നതല്ലേ? അതെ അമ്മ, ഫസ്റ്റ് ടൈം എയറോപ്ലെയിൻ. ശരി, എല്ലാം പാക്ക് ചെയ്തേ. ചിണ്ടുവിന്റെ അച്ഛാ. അമ്മ, അടുത്ത വീട്ടിലെ പരിമളം ചേച്ചി. ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വായോ വായോ. പരിമളമായിരുന്നോ? ചിണ്ടുവിന്റെ അച്ഛൻ ടൂറ് പോവാന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാ. ഞാൻ കുറച്ച് മട്ടൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ചിണ്ടുവിന്റെ അച്ഛാ, വാങ്ങുന്നേ. എനിക്കായിരുന്നോ? മറക്കാതെ കഴിക്കണേ. തീർച്ചയായിട്ടും ഞാൻ കഴിക്കാം കേട്ടോ. താങ്ക്സ് പരിമളം. ശരി ചിണ്ടുവിന്റെ അമ്മേ, ഞാൻ പോട്ടെ. അടുപ്പിൽ കറി വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ശരിയടി, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ച് പോയിട്ട് വാ. മിസ് യു ഡി. മിസ് യു ടു. ചിണ്ടു അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്. പറഞ്ഞു കേട്ടില്ലേ? വാ ചിണ്ടു. എനിക്ക് ടെൻഷൻ ആവുന്ന അച്ഛാ. ഇത് റൈഡിൽ കയറുന്ന പോലെയാടാ. ഇത് വണ്ടർലയിൽ നമ്മ കയറില്ലേ, റോളർ കോസ്റ്റർ, അതുപോലെയല്ലേ അച്ഛാ? എനിക്ക് എങ്ങനെ അറിയാം? ഞാനും ഫസ്റ്റ് ടൈം ആണെന്നേ. അച്ഛാ, മൂവ് ആവുന്ന അച്ഛാ. മൂവായി തുടങ്ങിയടാ. നമ്മൾ പറക്കാൻ പോകുന്ന തോന്നേ. ചെവിയൊക്കെ അടഞ്ഞല്ലേ? അച്ഛാ, എപ്പോഴാ നമ്മൾ പറക്കാൻ പോകുന്നേ? ഇപ്പോഴൊന്ന് റിലീസായത്. അച്ഛാ, സ്പീഡിൽ പോകുന്ന അച്ഛാ. സന്തോഷായില്ലേ? അയ്യോ, മേലോട്ട് പോന്ന്. അതെ, മേലോട്ട് പോന്ന്. താഴെ കാണുന്ന വീടൊക്കെ ഒന്ന് നോക്കിയേ. നമ്മള് സ്കൂൾ എക്സിബിഷനിലെ തീപ്പെട്ടി കൊണ്ടൊക്കെ വീടുണ്ടാക്കില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞായിരിക്കുന്നു. അച്ഛാ, എയറോപ്ലെയിൻ മേഘത്തിന് മുകളിൽ കൂടെ പോകുന്നതെന്ന് തോന്നുന്നു. എനിക്കൊരു ഡൗട്ട്, ഇതിന്റെ മുകളിൽ ആകാശമില്ലേ? ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ ഇടിക്കില്ലേ? ചിണ്ടു, അങ്ങനെയൊന്നുമില്ല. ആകാശം എത്ര ദൂരെയാണെന്നറിയോ? ഒരു 100 കിലോമീറ്റർ ദൂരം ഉണ്ടാവല്ലേ? 100 കിലോമീറ്ററോ? അല്ല, ഒരു 10,000 കിലോമീറ്റർ. എടാ, നീ വിചാരിക്കുന്നതിലും ദൂരമുണ്ട് അതിന്. അങ്ങനെയാണല്ലേ? അതിന് അവസാനമില്ല. ഒരുപാട് എയറോപ്ലെയിൻ കാണാതെ പോയിട്ടുണ്ടല്ലേ? ചിണ്ടു, കൊന്നുകളഞ്ഞ. ചുമ്മാ ചോദിച്ചതാ അച്ഛാ. എന്നെ പേടിയായിട്ട് പാടില്ല. ചില എയറോപ്ലെയിൻ ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലേ? എടാ, ഒന്നും മിണ്ടായിരിക്കടാ. ഇത് ഞാൻ വെറുതെ ചോദിച്ചതാ അച്ഛാ. ഞാൻ ജീവൻ പണയം വെച്ച പോകുന്നേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നല്ല രസമുണ്ടല്ലേ? ഇതിന്റെ പേരാണ് സൺകിസ്റ്റ്. ചിണ്ടു, നമ്മൾ ഡൽഹി എത്തി കേട്ടോ. അതെയോ? ചിണ്ടു, നമ്മൾ എങ്ങോട്ട് വന്നെന്ന് കറക്റ്റ് പറഞ്ഞേ. നമ്മൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നേ. ഏതാ? ഡൽഹി, കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഇപ്പൊ എവിടെ ഉള്ളത്? അച്ഛാ, ഇത് ഇന്ത്യ ഗേറ്റ് അല്ലേ? ഇന്ത്യ ഗേറ്റ് കണ്ടപ്പോ എന്താ ഓർമ്മ വരുന്നേ? ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോ ബസ്മതി റൈസ്, കറക്റ്റ് അല്ലേ? ചിണ്ടു, തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക് എപ്പോഴും. സ്റ്റുപ്പിഡ്. എനിക്കൊരു ഡൗട്ട്, ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഗേറ്റും ഇല്ല, ചുറ്റും കോമ്പൗണ്ടും ഇല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് അകത്ത് കയറാൻ പറ്റില്ലേ? എടാ മോനെ, ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, നിന്റെ ഹിസ്റ്ററി സാറ് പറഞ്ഞോളും. അവരോട് പോയി ചോദിക്കേട്ടോ. ഓക്കെ അച്ഛാ, അടുത്ത സ്ഥലത്ത് പോവാം. ഇതാണ് കുത്തബ് മിനാർ. എന്റെ അമ്മേ, എന്തൊരു ഹൈറ്റാ! നമ്മളിപ്പോ 7 ലോകാത്ഭുതത്തിലൊന്ന് ഇപ്പൊ കാണാൻ വന്നിരിക്കുക. താജ്മഹൽ. ചെറുപ്പത്തിലെ ഞാനിതൊക്കെ ഹിസ്റ്ററി ബുക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴിതൊക്കെ നേരിട്ട് കാണുന്നേ. സ്കൂളിൽ തെർമോക്കോൾ കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കി പ്രൊജക്ടിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട് ചിണ്ടു. അതെയോ? ചിണ്ടു, ഈ താജ്മഹൽ ആരാ പണി കഴിപ്പിച്ചെന്നറിയോ? അത് ഷാജഹാനായിരുന്നു. ഷാജഹാൻ ആർക്ക് വേണ്ടിയാ പണി കഴിപ്പിച്ചെന്ന് ചോദിച്ചാ അദ്ദേഹത്തിന്റെ വൈഫ് മുംതാസിന് വേണ്ടിയാ. എന്ത് വലിയ ലവ് സ്റ്റോറി അല്ലേ? നിങ്ങൾ എന്താ അച്ഛ അമ്മയ്ക്കൊരു താജ്മഹൽ പണിത് കൊടുക്കാത്തെ? അതൊക്കെ പണിയാൻ ചിണ്ടു, അച്ഛനും പണിയും. പക്ഷെ ഇത്ര വലുതനെ കൊണ്ട് പണിയാൻ പറ്റില്ല. കുട്ടി താജ്മഹൽ വേണമെങ്കിൽ പണിയാം. കുട്ടി താജ്മഹൽ എന്ന് പറഞ്ഞാ ചിന്ന വീടാ? ചിണ്ടു, അതല്ല. കുട്ടി താജ്മഹൽ എന്ന് വെച്ചാ ഞാൻ പണിയും. നീ കണ്ടോ? ഓ, ശരി ശരി ശരി. നമുക്ക് ഉള്ളിൽ പോയി കണ്ടാലോ?
അച്ഛാ ഇതെന്ത് വലുതാണച്ഛാ. താജ്മഹലിന്റെ അടുത്താ നിൽക്കുന്നേ. എന്ത് വലുതാണല്ലേ ഇത്. ചിണ്ടു, ഇതാ യമുന റിവർ. ഓ ആണല്ലേ. യമുനയാற்றிலே ഈരക്കാട്ടിലെ കണ്ണനോട് താനാട്. ചിണ്ടു, മണാലി എത്തി. പുറത്തേക്ക് നോക്കിയാ എന്തോരം സ്നോയാ. ആ അച്ഛാ, പുറത്ത് നല്ല മഞ്ഞ് പെയ്തോണ്ടിരിക്കുക. അച്ഛാ നമുക്ക് പുറത്തു പോയി കളിച്ചാലോ? ആ കളിച്ചാലോ. ഓക്കെ അച്ഛാ. ചിണ്ടു, അച്ഛാ എന്താ അച്ഛാ സിഗരറ്റ് വിളിക്കുന്നേ? ഇത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുവേ. ചിണ്ടു, ആ വീട് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ചിണ്ടു, ഇവിടെ അച്ഛനെ നോക്കിയേ. അച്ഛാ അച്ഛാ തണുക്കുന്ന അച്ഛാ. അച്ഛാ അങ്ങോട്ട് നോക്കിയേ, നല്ല മല അല്ലേ. എടാ ദുഷ്ട, തണുക്കുന്നടാ. ഞാനിപ്പോ 3-4 ദിവസം കുളിക്കണ്ടെന്ന് വിചാരിച്ചതാ. നീ എന്നെ കുളിപ്പിക്കുമല്ലേ? വേണ്ട, വേണ്ടെന്ന് പറഞ്ഞേ. അച്ഛാ ഇത് ആലിപ്പഴം അല്ലേ? ഇതൊന്നും നമ്മുടെ നാട്ടിൽ പെയ്യില്ല. ഇതുപോലെ മണാലി പോലത്തെ സ്ഥലത്തെ ഇതൊക്കെ പെയ്യൂ. ഓ നല്ല രസമുണ്ട് അച്ഛാ. അച്ഛാ മണാലിയിൽ എന്താ രാത്രി ഇത്രയും തണുപ്പ് വരുന്നത്? അത് ചിണ്ടു, ഇവിടെ മണാലിയിൽ -2 ഡിഗ്രിയാ. -2 ഡിഗ്രിയോ? അതേനെ, പുറത്തേക്ക് നോക്കിയേ, മഞ്ഞ് പെയ്തോണ്ടിരിക്കുക. ചിണ്ടു, ഇവിടെ മണാലിയിൽ എപ്പോ വെതർ മാറുന്നു പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും മഞ്ഞ് പെയ്യാം, എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോ വേണമെങ്കിലും വെയിൽ ഉദിക്കാം. ഇതൊക്കെ ഭയങ്കര വെറൈറ്റി അല്ലേ കാണാൻ? അതിപ്പോ ജനുവരി മാസമല്ലേ, അതുകൊണ്ട് ഇത്രയും മഞ്ഞ് പെയ്യുന്നേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പെയ്താൽ സൂപ്പർ ആയിരിക്കില്ല അച്ഛാ. ഹോളിവുഡ് സിനിമ കാണുന്ന പോലെയുണ്ട് പുറത്തൊക്കെ അല്ലേ അച്ഛാ? നന്നായിട്ട് തണുക്കുന്നോ? എന്നാലേ ആ ഹീറ്റർ കണ്ടില്ലേ, അത് ഓണാക്ക്. എന്താ ഇത് പുതിയ സാധനം? എന്നാലേ ഇത് എന്തിനാണെന്ന് പറ. നമ്മൾ ചൂടത്ത് AC യൂസ് ചെയ്യും, അതുപോലെ ഇവിടെ തണുപ്പ് മാറ്റാൻ ഹീറ്റർ പോലെ അല്ലേ? കറക്റ്റ്. അല്ല അച്ഛന് തണുക്കുന്നില്ലേ? ചിണ്ടു, ഐ എം എ സ്റ്റീൽ ബോഡി. അച്ഛനൊന്നും സംഭവിക്കില്ല, മനസ്സിലായോ? എന്നാ നിങ്ങൾ ആണാണെങ്കിൽ പുറത്തു പോയി നിൽക്ക്. അങ്ങനെ പറയരുത്, അത് വേണ്ട. പുറത്തു പോയി അച്ഛൻ മരവിച്ചു പോടാ. കണ്ടില്ലേ പല്ലൊക്കെ കിടുകിടാന്നിരിക്കുന്നേ. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്, ഞാൻ ചുമ്മാ അഭിനയിക്കുന്നതല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഐസ്ക്രീം ഒക്കെ പുറത്ത് വെച്ച് കഴിക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലേ? ഒന്നും കേടാവില്ല, നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നേ. ശരി, നീ വേഗം കിടന്നുറങ്ങ്. നാളെ രാവിലെ നമുക്ക് നാട്ടിൽ പോകാനുള്ളതല്ലേ. ആ ശരി എന്നാ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്.